നമസ്കാരം സർ. നമസ്കാരം. ഈ പാകിസ്ഥാന് അന്ത്യശാസനം കിട്ടിയിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതായത് ഇറാൻ പാകിസ്ഥാന് അന്ത്യശാസനം നൽകിയിരിക്കുന്നു. എന്ത് കാര്യത്തിലാണ് ഇറാൻ പാകിസ്ഥാൻ അന്ത്യശാസനം നൽകിയത്? അതായത് ഇറാൻ പാകിസ്ഥാനോടൊപ്പം ഒരു പീസ് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 2010. അത് 1900 കിലോമീറ്റർ നീളമുള്ളൊരു പൈപ്പ് ലൈനാണ്. അതായത് ഇറാൻ്റെ ബോർഡറിൽ നിന്നും പാകിസ്ഥാനിലെ ഗ്വദാർ എന്ന് പറയുന്ന സ്ഥലം വരെയുള്ള ഒരു പൈപ്പ് ലൈൻ 1900 കിലോമീറ്റേഴ്സ്. അപ്പോൾ അത് പ്രാവർത്തികമായി കഴിഞ്ഞാൽ അതുവഴി 1 ബില്യൺ ക്യൂബിക് ഫീറ്റ് ഈ ഗ്യാസ് സാധനങ്ങളൊക്കെ പാകിസ്ഥാനിൽ എത്തും. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ് ഫോർ 30 മില്യൺ ഹോംസ്. 3 കോടി കുടുംബങ്ങളിലേക്ക് എത്താനുള്ള ഗ്യാസ് അതുവഴി വരും ആയിരുന്നു പ്രതീക്ഷ. അങ്ങനെ ഈ ഒരു പൈപ്പ് ലൈനിൻ്റെ പദ്ധതി ആരംഭിച്ചു. പൈപ്പ് ലൈനിൻ്റെ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞിട്ട് ഇറാൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ അവർ കംപ്ലീറ്റ് ആക്കി. അതിന് മുടക്കാവുന്ന പണമൊക്കെ മുടക്കി എല്ലാം പെർഫെക്റ്റ്ലി റെഡിയാണ്, കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കിടക്കണം. അങ്ങനെ തന്നെ കിടക്കുന്നത് മാത്രമല്ല, അത് ഈ പൈപ്പ് ലൈൻ പോകേണ്ട ഭാഗമുണ്ടല്ലോ, ലാൻഡ്, ആ ലാൻഡിൻ്റെ അക്വയർ ചെയ്യാനുള്ള നടപടികൾ പോലും പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 2010 ഈ പീസ് പൈപ്പ് ലൈൻ ആരംഭിച്ചത്. ഇപ്പോൾ 2010 കഴിഞ്ഞ് 15 വർഷത്തോളമായി. കാര്യമായ അനക്കമൊന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നില്ല. ഇറാനാണെങ്കിൽ മുടക്കാവുന്ന തുകയൊക്കെ മുടക്കി കഴിഞ്ഞു. അവരാ കാശും മുടക്കിയിട്ട് അതിൽ നിന്നുള്ള ബെനിഫിറ്റ്സും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ അങ്ങോട്ട് ഗ്യാസ് വിട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ കൂടെ പാസ് ചെയ്യേണ്ട ആ ഏരിയയിൽ ഒരു പണിയും നടക്കാതെ കിടക്കുകയാണ്. അപ്പോൾ ഇത് കാത്തു കിടന്നു കഴിഞ്ഞിട്ട്, കാരണം ഇറാൻ ഈ മുടക്കാനുള്ള പൈസയൊക്കെ മുടക്കുകയും കൂടി ചെയ്തുകൊണ്ട് അവർക്ക് ഇതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയേ മതിയാവുള്ളൂ. അപ്പോൾ ഇത് കാത്തിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇത്രയും നാൾ കാത്തിരുന്നു. ഇനിയിപ്പോൾ കാത്തിരുന്നിട്ട് വലിയ ഫലം ഉള്ള യാതൊരു ലക്ഷണവും കാണാനില്ല. കാരണം ലാൻഡ് പോലും അക്വയർ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പാകിസ്ഥാനൊരു അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണ്. ഒന്നില്ലെങ്കിൽ ഈ പണി കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഉണ്ട്, അവിടെ പോകും. അവിടെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്നത് $18 ബില്യൺ ആണ്. $18 ബില്യൺ എന്ന് പറയുന്നത് പാകിസ്ഥാൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതൊരു അസ്ട്രോണമിക്കൽ ഫിഗർ ആവും. അപ്പോൾ പാകിസ്ഥാൻ എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. സാർ, അവിടെ ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ എന്താണ് ബംഗ്ലാദേശും അതുപോലെ തന്നെ പാകിസ്ഥാനും ഒക്കെ ഇന്ത്യയേക്കാൾ ഒരുപാട് മുന്നിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യയിൽ വലിയ ഫാസിസ്റ്റ് ഭരണമാണ്, വർഗീയ ഭരണമാണ് നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, പാകിസ്ഥാൻ ഇതാ ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുകളിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ബംഗ്ലാദേശിലെ ഹാപ്പിനെസ് ഇൻഡെക്സ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഈ പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ലാൻഡ് പോലും അക്വയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ സാമ്പത്തിക അവസ്ഥ തന്നെ വലിയ അബദ്ധത്തിലാണ് എന്നാണ് നമ്മൾ കേൾക്കുന്ന വിവരം. അതായത് അവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്ന വിവരം. മറ്റു കാര്യങ്ങൾക്ക് പോലും അവർക്ക് സാമ്പത്തികമായിട്ട് യാതൊരു വിധത്തിലും ഉന്നമനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ സാമ്പത്തിക സുസ്ഥിരത നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാവുന്നത്. അപ്പം ഈ $18 ബില്യൺ US ഇവർക്കൊരു ഇത് കൊടുക്കണമെങ്കിൽ, ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ കുത്തുവാള എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കുത്തുവാള എടുക്കുക. അത് മാത്രമല്ല, ഈ പാകിസ്ഥാന് ഇപ്പോൾ ഇവർക്ക് മാത്രമല്ല, ഇറാന് മാത്രമല്ല കൊടുക്കാനുള്ളത്. ഇതിനു മുമ്പ് ഓസ്ട്രേലിയയുടെ എന്തോ ഒരു പ്രൊജക്റ്റ് ചെയ്തിരുന്നു. അവസാനം അതിൻ്റെ ഗതി ഇത് തന്നെയാണ്, അധോഗതിയായിരുന്നു. അധോഗതിയായി കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ ഇതേപോലെ കോടതിയിൽ പോയി. അവരുടെയും 15 ബില്യൺ കൊടുക്കാനായിട്ട് ഓർഡർ വന്നു. നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും. അതിലൊന്നും കൊടുക്കാനായിട്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ ഈ തൊട്ടില്ല. കൊടുക്കണതിന് വിരോധമില്ല, തൊട്ടില്ലാതെ പിന്നെ എന്ത് ചെയ്യും? പിന്നെ തൊട്ടുള്ള സമയം വന്നാൽ ചിലപ്പോൾ കൊടുക്കാൻ വിരോധമുണ്ട്. ഇപ്പോൾ കൊടുക്കാൻ വിരോധമില്ല, പക്ഷേ തൊട്ടില്ല, അതാണ് പ്രശ്നം. പിന്നെ വേറെ ചൈനയായിരുന്നു അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട പങ്കാളിയും ദോസ്തും. എന്താവശ്യമുണ്ടെങ്കിലും കൂടെ നിൽക്കുന്ന പാകിസ്ഥാൻ്റെ എന്ത് കാര്യത്തിലും ഇന്ത്യക്കിട്ട് പണിയുന്ന കാര്യത്തിലാണ് അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചൈനയുടെ ഇന്നും ഒരുപാട് തുക വർക്കുകൾ നടന്നിട്ടുണ്ട്. അവർ തമ്മിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അവർക്കും ഈ പറഞ്ഞ മോർ ദാൻ 15 ബില്യൺ USD കൊടുക്കാനുണ്ട്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ചൈനയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ലോൺ എടുത്തു അതിൻ്റെ ടേംസൊക്കെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണമെന്നാണ്. ഇപ്പോൾ ചില ആൾക്കാരല്ലേ ബിസിനസ് തുടങ്ങാനെന്ന് പറഞ്ഞാൽ ബ്ലേഡ് കമ്പനിയിൽ നിന്ന് പൈസ എടുക്കും. എന്ത് ഇൻട്രസ്റ്റ് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. കുറേ കഴിയുമ്പോൾ പറയും ഈ പെർസെൻ്റ് ഉണ്ടല്ലോ അതിൻ്റെ കുറയ്ക്കണം, 18 അല്ല അത് 8 ആക്കണം, അല്ലെങ്കിൽ 8-ന് പിന്നെ വരുമ്പോൾ 5 ആക്കണമെന്നോ ഇങ്ങനെ പറയണ പോലെ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. പാകിസ്ഥാൻ്റെ പൈസ എടുത്ത് കൊടുക്കാനില്ല. അപ്പോൾ ഓസ്ട്രേലിയയുടെ വെച്ചുള്ള അനുഭവം
ഈ പറയുന്ന ചൈനയുമായിട്ടുള്ള അനുഭവം ഒക്കെ സെയിം ആണ്. പാകിസ്ഥാൻ്റെ സാർ അവിടെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ ചൈനയും പാകിസ്ഥാനും തമ്മിൽ വളരെയധികം ആത്മബന്ധമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഈ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ ഈ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ പാകിസ്ഥാൻ്റെ ഒരു ബദ്ധശത്രുക്കളാണല്ലോ. അപ്പോൾ അതിന് ചൈന മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അരുണാചലിൽ ആയി ബന്ധപ്പെട്ട് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ചൈന നമ്മളെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഈ പാകിസ്ഥാനിലെ തീവ്രവാദികൾ എപ്പോഴും ഇവിടത്തേക്ക് നുഴഞ്ഞു കയറി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിനെല്ലാം ഒരു ചൈനയുടെ പിന്തുണ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്രയും ചങ്കായി നിൽക്കുന്ന ഒരു ചൈന ഒരു പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവരെ ചതിക്കില്ല, അല്ലെങ്കിൽ അവരോട് അത്ര ഒരു ഇത് ആവശ്യപ്പെടില്ല എന്ന് നമുക്ക് കരുതാം അല്ലേ? അപ്പം ഈ ചൈനയ്ക്ക് സൗഹൃദമൊക്കെ നല്ല സോളിഡ് സൗഹൃദമാണ്. പക്ഷേ പൈസയുടെ കാര്യത്തിൽ അവർ വേറൊരു സമീപനമാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും നാച്ചുറൽ കലാമിറ്റി ഉണ്ടായിട്ട് ഏതെങ്കിലും രാജ്യത്തിന് ഈ ചൈന സഹായം കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ചൈന കൊടുക്കൽ വളരെ അത് റയറാണ്, അങ്ങനെ സംഭവിക്കാറില്ല. അതേസമയം ഇപ്പോൾ ഇന്ത്യ എവിടെ എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കേട്ടാൽ എന്തെങ്കിലും ഒരു സഹായത്തിന് തയ്യാറാണ്. ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്ന മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് അമേരിക്ക ഇന്ത്യക്ക് എന്തോ സഹായം ചെയ്യാന്ന് പറഞ്ഞു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായപ്പോൾ. പക്ഷേ മൻമോഹൻ സിംഗ് പറഞ്ഞു ഇന്ത്യക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുണ്ടെന്ന് പറഞ്ഞു. അവർ പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എന്തെങ്കിലും പറഞ്ഞുവന്ന് പേടിച്ചിട്ടായിരിക്കും. അതെ, പ്രശ്നമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് അമേരിക്കയിൽ എന്തോ പ്രശ്നമുണ്ടായി, സൈക്ലോണോ മറ്റു പ്രശ്നങ്ങൾ. അപ്പോൾ ഇന്ത്യ അവർക്ക് സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. അമേരിക്ക 2 കൈ നീട്ടിയത് വാങ്ങിച്ചു. അവർക്കൊരു അതിൽ പ്രസ്റ്റേജ് പ്രശ്നമൊന്നുമില്ല. ഈ ആപത്തിൽ സഹായിക്കുകയാണെന്ന് തുക കിട്ടുകയാണെങ്കിൽ അതിൽ ആരുടെയാണെന്നുള്ളത് പ്രശ്നമില്ല. ബംഗ്ലാദേശ് കൊടുത്താലും അവർ സ്വീകരിക്കും. അപ്പോൾ അമേരിക്ക കൊടുക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ആരെങ്കിലും സഹായിക്കുകയാണ്, അയ്യോ നിങ്ങൾ ഞങ്ങളെക്കാൾ വീക്കർ കൺട്രി അല്ലേ, നിങ്ങളുടെ പണം വേണ്ടെന്ന് പറയുന്ന ഏർപ്പാടില്ല, അതും സ്വീകരിക്കും. അതേപോലെ വളരെ ജനസായിട്ട് ഈ നാച്ചുറൽ ക്ലൈമറ്റുകളിലെടുത്ത് അവർ സഹായങ്ങൾ ചെയ്യുന്നതും ഒരു സ്വഭാവം അമേരിക്കയ്ക്കുണ്ട്. ബാക്കി അതർ ഇപ്പോൾ സാമ്രാജ്യത്വം തുലയട്ടെ എന്നൊക്കെ ഇടയ്ക്ക് മുദ്രാവാക്യം കേൾക്കുക, അത് വേറൊരു കേസ്. പക്ഷേ എന്തായാലും സാമ്പത്തിക സഹായത്തിൽ കൈ അയച്ച് ചെയ്യുന്നവരാണ് അമേരിക്ക. ഇപ്പോൾ യുക്രൈനിൽ എന്തോരം പണം മുടക്കിയിട്ടുണ്ടെന്ന് വല്ല പിടിയുണ്ട്, ഇസ്രായേലിന് എന്തോരം പണം കൊടുക്കുന്നുണ്ടെന്ന് വല്ല പിടിയുണ്ട്, അത് കണക്കില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ ചൈന പോക്കറ്റ് കൈയിട്ടുള്ള ഇടപാട് അവർക്കില്ല. സാർ അവിടെ ഈ ഉത്തര കൊറിയയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഇന്ത്യ അവർക്ക് എന്താണ് മരുന്നും ഒരുപാട് സഹായങ്ങൾ ചെയ്തു, മെഡിക്കൽ സഹായങ്ങളൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കും പലപ്പോഴും ഇന്ത്യ സഹായം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ തന്നെ, ഉത്തര കൊറിയ ആയിക്കോട്ടെ, അതൊരു ഏകാധിപത്യ രാജ്യമാണ്, ഇന്നിപ്പോഴും കമ്മ്യൂണിസമാണല്ലോ, അവിടെയും ഈ ചൈന 5 പൈസ കൊടുത്തതായിട്ട് നമ്മൾ അറിയില്ല. അപ്പോൾ സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്, അവർ പൈസ വിട്ട് കളിയില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത അത്രയ്ക്ക് അടുപ്പമാണ്. അതേസമയം അമേരിക്ക ഇടയ്ക്ക് ഇന്ത്യയായിട്ട് ലോഹ്യമാണ്, ഇടയ്ക്ക് പാകിസ്ഥാനായിട്ട് ലോഹ്യമാണ്, പലതരം ലോഹ്യമാണ്. പക്ഷേ ചൈനയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനോട് മാത്രമുള്ള ലോഹ്യമാണ്, ഇന്ത്യയുടെ ഒരിക്കലും ലോഹ്യം ഉണ്ടാവില്ല. എന്നാലും പാകിസ്ഥാൻ അമേരിക്കയായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നത് എന്താ? സാമ്പത്തികം എന്തെങ്കിലും കിട്ടണമെങ്കിൽ അമേരിക്ക ചെയ്യുള്ളൂ. ചൈനേനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. സൗഹൃദം വേറെ, പണം വേറെ. അതാണ് ചൈനയുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ പാകിസ്ഥാൻ ഈ ചിലർ പറയും, ഒരു പഴഞ്ചൊല്ല് പോലെ പറയും, പാകിസ്ഥാനിൽ 3 എകളാണ് പ്രധാനം. ഒരു എ അള്ള, പിന്നൊന്ന് ആർമി, പിന്നൊന്ന് അമേരിക്ക. ഇത് 3 അവർക്ക് പ്രധാനം. അവരുടെ ചിലവ് നടന്നു പോകണമെങ്കിൽ അമേരിക്കയുടെ പണം വേണം, പിടിച്ചു നിൽക്കണമെങ്കിൽ അത് വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പാകിസ്ഥാൻ്റെ കാര്യങ്ങൾ പോകണത്. ചൈനയെ നോക്കിയിരുന്നിട്ട് പണം കിട്ടുമെന്ന് വിചാരിച്ചു അത് വെറുതെ നോക്കിയിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ പാകിസ്ഥാനാണെങ്കിൽ ഇപ്പോൾ IMF ബെയിലൗട്ട് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാവുന്ന തുകയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ വേറൊരു ലോൺ എടുക്കണം. അപ്പോൾ ഈ ലോൺ എടുത്തതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ വീണ്ടും ലോണെന്നും പറഞ്ഞ് ഇനി IMFൻ്റെ അടുത്ത് കൈനീട്ടാണ്. അപ്പോൾ ഓരോടത്തുനിന്ന് ലോൺ എടുത്തിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കാന്നുള്ള പോളിസിയുള്ളൂ. അല്ലാതെ ആ ലോൺ തീർക്കണ കാര്യമൊന്നുമില്ല. ലോൺ ഞങ്ങളെടുക്കും, ഇനി അത് തിരിച്ചടയ്ക്കണമെങ്കിൽ വേറൊരു ലോൺ എടുക്കും. അതാണ് അവരുടെ മോഡസ് ഓപ്പറൻഡി. അത്രയ്ക്ക് ഗതികെട്ടാണ് അവർ കിടക്കുന്നത്. പിന്നെ അവർ വിജയിക്കുന്നത് ഈ ഭീകരവാദത്തിൽ മാത്രമാണ്. ഇന്ത്യക്കെതിരെ എപ്പോഴും അത് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല, കുറവുണ്ടാവില്ല.
ബാക്കി കാര്യമായ ആക്ടിവിറ്റി ഒന്നും പാകിസ്ഥാനിലില്ല. അതാണ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ ഗതികേട്. സാർ, ഈ ശ്രീലങ്കയിലൊക്കെ സംഭവിച്ചതുപോലത്തെ, അതായത് ഈ വലിയ എന്താണ് കടബാധ്യത കൊണ്ട് അവിടെ ഒരു ആഭ്യന്തര കലാപമൊക്കെ ഉണ്ടായല്ലോ ഈ ശ്രീലങ്കയിൽ. ഇതുപോലെ അധികം ഇപ്പം പാകിസ്ഥാൻ ഈ ഒരു മതരാഷ്ട്രമായതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു, പട്ടാളമുണ്ട് ഒരു സൈഡിൽ, അതൊക്കെ കൊണ്ട് ഇങ്ങനെ പുറത്തറിയാതെ ഇങ്ങനെ നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടുത്തെ മാധ്യമ പ്രവർത്തകരെ പലതിനും വിലക്കിയിട്ടുണ്ട്. അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ എന്താണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നത് അവർ വിലക്കിയിട്ടുണ്ട്. കാര്യം അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന എന്താണ് അവിടുത്തെ ഈ പല കാര്യങ്ങളും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ എതിരഭിപ്രായം പ്രകടിപ്പിച്ചാൽ അത് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് എന്ന് കരുതിയിട്ട് അവർ അതിന് എന്താണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ധ്വംസനങ്ങളും അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പം ഇതെത്ര കാലം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുള്ള സംശയമാണ്. അപ്പോൾ ഈ ശ്രീലങ്കയിലൊക്കെ നടന്ന പോലെ ഒരു വലിയൊരു കലാപം, ഒരു ആഭ്യന്തര കലാപം ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പക്ഷേ. ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാം. കാരണം അവർ സാമ്പത്തികമായിട്ട് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടില്ല. ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു തകർച്ചയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പാകിസ്ഥാൻ എല്ലാ മേഖലയിലും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഗെയിംസിലൊക്കെ അവർ കുറച്ച് ക്രിക്കറ്റിലോ ഹോക്കിയിലൊക്കെ, ഇപ്പോൾ ലാസ്റ്റ് ഇന്ത്യ പാകിസ്ഥാൻ ഹോക്കി കളി നടന്നപ്പോൾ ഇന്ത്യ പാകിസ്ഥാന് 10 ഗോളിനാണ് തോപ്പിച്ച്. എല്ലാവരും വളരെ ഉത്സാഹത്തിലായിരുന്നു പാകിസ്ഥാനെ തോപ്പിക്കണം, ഒരു ഗോളിനായാലും തോപ്പിക്കണമെന്ന് വിചാരിച്ച് കാണാനിരുന്ന് ഗോളടിക്കാൻ തുടങ്ങിയിട്ട് 10 ഗോളടിച്ചു. എന്നിട്ട് ഒരു മറുപടിയില്ല, പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയില്ല. അതേപോലെ ക്രിക്കറ്റിലാണെങ്കിലും ഇപ്പോൾ ഇന്ത്യയോട് ഒപ്പം നിൽക്കുന്നത് വളരെ ചുരുക്കമാണ്. അപ്പോൾ ഏത് മേഖല നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഈ ക്രിക്കറ്റും ഹോക്കിയാണ് പാകിസ്ഥാൻ്റെ ഒരു ഇന്ത്യയെ പോലെ തന്നെ വലിയ മതങ്ങൾ പോലെ തന്നെയാണത്. പക്ഷേ അതിലൊക്കെ ആണെങ്കിലും വീഴ്ച പറ്റി, സാമ്പത്തികമായിട്ടും വീഴ്ച പറ്റി. വേറെ ഒരു പുരോഗതിയുടെ ലക്ഷണം അവരുടെ കാണുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സാർ, ഈ ഗ്യാസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ അവിടുത്തെ ഈ എന്താണ് ഈ ഇത് കൊടുക്കുന്ന ഈ പൈപ്പ് ലൈൻ ഉണ്ടല്ലോ, ഈ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് അവരൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പാകിസ്ഥാൻ ചെയ്തിട്ടില്ല. അപ്പം മറ്റേ ഇറാൻ്റെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി. അവരുടെ ജനങ്ങൾക്ക് വേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ് ഈ പാചകവാതക പൈപ്പ് ലൈൻ അല്ലേ സാർ? പാചകവാതകം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒരു നിർബന്ധമായുള്ള ഒരു സംഗതിയാണ്. പക്ഷെ അതിൽ പോലും ഇവർക്ക് ഉത്തരവാദിത്വത്തോടു കൂടി ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ആലോചിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എവിടെയാണ് അവരുടെ ഒരു നിലവാരം, അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ എത്ര ദയനീയമാണ് എന്നാണ് നമ്മളതിൽ മനസ്സിലാക്കുന്നത് അല്ലേ സാർ? ഇപ്പോൾ പാകിസ്ഥാൻ ഈ കഷ്ടപ്പാടുകൾക്കിടയിലും അവരൊരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ സമുദ്രാതിർത്തിയിൽ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു ശേഖരം കണ്ടെത്തി എന്നും പറഞ്ഞൊരു ന്യൂസുണ്ട്. ഇനിയിപ്പോൾ കച്ചിത്തുരുമ്പാണ് ഇപ്പോൾ ഒരു അല്പം പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്നത്. അവരുടെ ഒരു സൗഹൃദ രാഷ്ട്രം അവരോടൊപ്പം ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങളും പര്യവേഷണങ്ങളും ഒക്കെയാണ് ഇങ്ങനെ ഒരു കൾമിനേഷനിലെത്തിയിരിക്കുന്നത്. ആ സമുദ്രാതിർത്തിയിൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു വലിയ ശേഖരം കണ്ടെത്തി. അതിനെപ്പറ്റി ഇപ്പോൾ വളരെ ആലോചിച്ച് സന്തോഷിക്കും. പക്ഷേ അത് ഉണ്ടെങ്കിൽ തന്നെ, ഉണ്ടോ ഇല്ലെന്നുള്ളത് കൺഫേംഡ് ഒന്നുമില്ല. അങ്ങനെ ഒരു ഇനി അത് കൺഫേംഡായി അത് പ്രാവർത്തികമായി അതിൽ നിന്നെന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അപ്പോഴേക്കും പാകിസ്ഥാൻ വളരെ ക്ഷീണിച്ചിരിക്കും. ഒരുപാട് ക്ഷീണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ടോണിക് കൊടുത്താലും കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊരു ടോണിക്കായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിപ്പുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമാകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പാകിസ്ഥാൻ എല്ലാ വിധത്തിലും സാമ്പത്തികമായി മറ്റ് എല്ലാ വിധത്തിലും തന്നെ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അവരുടെ ഇങ്ങനെ ബുദ്ധിമുട്ടിലൂടെ പോകുന്ന സമയത്തും അവർ മതതീവ്രവാദത്തെ ഒരു തരത്തിലും എന്താണ് എതിർക്കാനോ അല്ലെങ്കിൽ അതിനെ വിട്ട് മറ്റു രീതിയിലേക്ക് പോകാനോ ഒന്നും തന്നെ അവർ തയ്യാറുമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.